टुकड़ों में जी रहा हूँ मैं यहाँ टुकड़ों में जी रहा हूँ तू कहीं. ഒരു വിൻറ്റേജ് ലുക്ക് തരുന്ന ഓഡിയോയ്ക്ക് ഒരു വാം ടോൺ അല്ലെങ്കിൽ ഒരു ലൈഫ് കൊടുക്കുന്ന എന്നാൽ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രീ ആംപ്ലിഫയർ സെക്ഷൻ അതായിരുന്നു ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ എത്തിച്ചേർന്നത്. എനിക്കറിയാം പലരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതൊരു ചീപ്പ് ചൈനീസ് സ്ക്രാപ്പ് അല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ടർ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലിങ് പ്രോസസ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് ഗുഡ് ഇനഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബൈ ദ വേ, നമ്മൾ കാനഡയിൽ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണ്, മേക്കിംഗ് ആൻ ആംപ്ലിഫയർ ഇൻ കാനഡ. അതൊരു സീരീസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ചാപ്റ്റർ 4 ആണിത്. ചാപ്റ്റർ 4 ആഡിങ് സോൾ ആൻഡ് വാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ മറ്റ് ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ചാപ്റ്റർ 1 നമ്മുടെ പ്ലാനും, ചാപ്റ്റർ 2 ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വ്യൂ മീറ്ററും, ചാപ്റ്റർ 3 ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന 3-വേ ടോൺ കൺട്രോൾ സെക്ഷൻ വിത്ത് ഡാക് ആൻഡ് ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ വരുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ചാപ്റ്റർ 3 റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇനിയും തുടർന്ന് മറ്റ് ചാപ്റ്ററുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ 4 പോകാം, ആഡിങ് സോൾ ആൻഡ് വാം. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ ഡിസൈനിൽ ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരണം, അതേപോലെ തന്നെ ആ ഒരു വിൻറ്റേജ് ടോൺ, ആ ഒരു വാം ടോൺ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്യൂക്ക് ഓഡിയോയുടെ എക്സോൺ ഹൈഫൈ ട്യൂബ് ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിലും ഇതേപോലെ തന്നെ ഒരു ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ഓഡിയോയുടെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും ഇതുപോലൊരു സെക്ഷൻ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷനിലേക്ക് വരുമ്പോൾ ഇതൊരു പവർ ആംപ്ലിഫയറിൻ്റെ ജോലിയല്ല ചെയ്യുന്നത്, പകരം ഒരു ഓഡിയോ സിഗ്നലിനെ മാത്രം മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ട്യൂബ് ആംപ്ലിഫയർ സിംപ്ലി ഒരു ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു പ്ലസൻറ്റ് വേയിൽ, അതായത് ഒരു ഈവൻ ഓർഡർ ഹാർമോണിക്സ്. ഈ ഹാർമോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ നോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് സെഷനിൽ വരുന്ന ഓഡിയോ സിഗ്നലിൽ ഒരു വാം, സ്മൂത്ത്, ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ടോൺ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് സിംപ്ലി ഇതിലേക്ക് വരുന്ന ഓഡിയോ സിഗ്നലിനെ ഒന്ന് ബെൻഡ് ചെയ്യുകയാണ്, അതായത് ഡാമേജ് ചെയ്യാതെ ഒന്ന് കളർ ചെയ്ത് വിടുകയാണ്. അതായത് നമ്മൾ പാട്ട് കേൾക്കുന്നതിൻ്റെ ആ ഒരു അനുഭൂതിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്യൂബ് ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്നവർ പറയുന്നത് ഇതിൽ നിന്ന് വരുന്ന പാട്ട് കുറച്ചും കൂടെ ലൈഫ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു ട്യൂബ് ആംപ്ലിഫയർ അല്ല, ഇതൊരു പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ്. അതുകൊണ്ട് ഒരു ട്യൂബ് ആംപ്ലിഫയറിൻ്റെ ക്വാളിറ്റി കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. പ്രീ സെക്ഷനിൽ ഇതിൻ്റെ ഒരു ജോലി ചെറിയ രീതിയിൽ ഓഡിയോ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള പ്രീ ആംപ്ലിഫയർ സെഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു മസിൽ ക്യാരക്ടറും ട്യൂബ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മസ്കുലർ ജോലി ചെയ്യുന്നത് പവർ ആംപ്ലിഫയറും നമ്മുടെ സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്നത് ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെക്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് സിംപ്ലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത്. പ്രഥമ ദൃഷ്ടിയാൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻ പേഴ്സണായിട്ട് നിങ്ങൾ ഈ ഒരു പ്രീ സെക്ഷൻ വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഓഡിയോയിൽ ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പർച്ചേസിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒബ്വിയസ്ലി കാനഡയിലായതുകൊണ്ട് തന്നെ അലി എക്സ്പ്രസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ ഉള്ള നമ്മുടെ വ്യൂ മീറ്റർ ആണെങ്കിലും ടോൺ കൺട്രോൾ ബോർഡ് ആണെങ്കിലും വാങ്ങിച്ചിട്ടുള്ളത് അലി എക്സ്പ്രസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ കിടപ്പുണ്ട്. അതിൽ നമുക്ക് ഐമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഐമ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്ലാസ് ഡി ആംപ്ലിഫയർ ഓൾറെഡി നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റ് കണ്ട് അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഡെലിവറി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിനെക്കാട്ടിൽ മുമ്പായിട്ട് തന്നെ, അതായത് നേരത്തെ ഉള്ള വ്യൂ മീറ്ററും ടോൺ കൺട്രോൾ ബോർഡും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിനെക്കാട്ടിൽ മുമ്പായിട്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം $28.99 കനേഡിയൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നാട്ടിൽ ഏകദേശം $1902. അതായത് ഇന്നത്തെ ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം $2000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്. സെയിം അല്ലെങ്കിൽ പോലും ഇതേ സർക്യൂട്ട് ബോർഡും ഇതേപോലത്തെ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രീ ആംപ്ലിഫയർ സെക്ഷൻ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് വരുന്നത് ഏകദേശം 1500, 1700, 2000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതിഭയങ്കരമായ ക്വാളിറ്റി വ്യത്യാസമൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു വിൻറ്റേജ് ലുക്ക്, ഒരു ടോൺ ചേഞ്ച് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യും. ഓക്കെ, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഒന്നുകൂടി നോക്കിയത്. അപ്പോൾ ഞാൻ കാണിച്ച 1632 ആ ഒരു 2000 റേഞ്ചിന് വരുന്ന പ്രീ ആംപ്ലിഫയർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബല്ല. ഇതിൽ 6J1 എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് കേസിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല.
അതിൻ്റെ വിലയാണ് ഈ 1632 വരുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു DIY കിറ്റ് പോലെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ 6J1 എന്ന് പറയുന്ന ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഉപയോഗിക്കുന്ന സെയിം ട്യൂബ് അത് തന്നെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 1900-2000 രൂപയ്ക്കൊക്കെയാണ് വരുന്നത്. പക്ഷേ ഞാനിങ്ങനെ തപ്പി വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്സാക്റ്റ് ഒരു പ്രീ സെക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 6K4 എന്ന് പറയുന്ന, നമ്മൾ 6K2 ആണെന്ന് തോന്നുന്നു ഞാൻ ഉപയോഗിക്കുന്ന ട്യൂബ്. 6K4 ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ പ്രൊഡക്റ്റ് തന്നെയാണ്. അതിന് റേറ്റ് നല്ല രീതിയിൽ കൂടുതലാണ്, 7152 ഇനി ഈ സെല്ലർ ആയതുകൊണ്ട്, വേറെ സെല്ലർ ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിവേ ഇതാണ് ഈ ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോഴുള്ള അവസ്ഥ. ഇതിപ്പം അല്ലാതെ റീറ്റെയിൽ സ്റ്റോറുകളിൽ അവൈലബിൾ ആണോന്ന് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ AliExpress ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അവിടുന്ന് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വെർത്താണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ തന്നെ ഓഡിയോ ക്വാളിറ്റി കമ്പയർ ചെയ്ത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ഓഡിയോ കൊടുത്തും ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ ത്രൂവും കൊടുത്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, ഇതൊരു പ്രീ ആംപ്ലിഫയർ സെഷൻ മാത്രമാണ്, ഒരു വാക്യൂം ട്യൂബ് പവർ ആംപ്ലിഫയർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഓഡിയോ സെഷനിൽ ചെറിയൊരു മാറ്റം മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഒരു മോഡേൺ IC ഒക്കെ കൊണ്ടുവരുന്ന പോലെ, ഒരു ഡോൾബി ചിപ്പൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു ക്വാളിറ്റി വ്യത്യാസമൊന്നും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു വാം ടോൺ, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അത് കേൾക്കുമ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് എന്തായാലും വരുന്നുണ്ട്. ചിലർക്ക് തോന്നും ഇതിൻ്റെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കേട്ടാൽ പോലെ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇത് ഒരിക്കലും എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഉപയോഗിച്ചാൽ അതിൻ്റെ വ്യത്യാസമുണ്ട്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ബോക്സ് നമുക്ക് കിട്ടുന്ന ഐമ ബ്രാൻഡിങ്ങോട് കൂടിയുള്ള ഒരു ബോക്സാണ് വരുന്നത്. അവരുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ലിങ്ക് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ട്യൂബുകൾ നമ്മൾ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. 6A4 എന്ന് പറയുന്ന ട്യൂബായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് 6A2 എന്ന് പറയുന്നതാണ്. അപ്പോൾ ട്യൂബുകളെ പറ്റിയും അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതിലുപരി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഭാവിയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അറിയാത്ത കാര്യത്തെപ്പറ്റി വളവളം സംസാരിക്കും ശരിയല്ലല്ലോ. ഓക്കെ, എനിവേ, അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് 2 ട്യൂബ് സെപ്പറേറ്റ് ആയിട്ട് സേഫായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ പ്രീ ആംപ്ലിഫയർ സെഷനിൽ വേണ്ടിയിട്ടുള്ള PCB, അതിൻ്റെ ഒരു കേസിങ്ങും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുവാണെങ്കിൽ അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള 2 അക്രിലിക് ഷീറ്റ് വെച്ചിട്ടാണ് എൻ്റെ മുകളിലും താഴെയും വെച്ചിട്ടുള്ളത്. ഫുൾ ബോഡി കേസിംഗ് ഒന്നും വരുന്നില്ല. ഞാൻ അങ്ങനെയുള്ളത് തന്നെ നോക്കിയെടുത്ത്, കാരണം നമുക്ക് ആംപ്ലിഫയറിൽ വെക്കാൻ വേണ്ടി എങ്ങനെയാണ് വേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്, അത് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ ഇടുകയാണെങ്കിൽ അത് ഹൈഫൈ മോഡാണ്. അത് ക്ലീൻ ആൻഡ് നാച്ചുറൽ ഓഡിയോ ആണ് വരുന്നത്. അതായത് അതിലിട്ടാൽ തന്നെ നമുക്ക് നോർമൽ ഓഡിയോയിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. സെൻറ്ററിലേക്ക് ഒന്നുകൂടി നീക്കുകയാണെങ്കിൽ ബൂസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി മോർ വാം ടോൺ കൊടുക്കുന്നത്, കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തുള്ളൊരു ഓഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വീണ്ടും റൈറ്റിലേക്ക് തട്ടിയിടുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ട്യൂബ് ക്യാരക്ടേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ബേസും വോക്കലും എല്ലാം കൂടെ ഒരു ബൂം കയറി വരുന്നതായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ ഇതിലിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഓഡിയോ ഭയങ്കര ഹൈ ട്രിബിളായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഇൻ പേഴ്സൺ കേൾക്കുമ്പം അതങ്ങനെ വരാറില്ല. അപ്പോൾ ബൂസ്റ്റ് 2 ആണ് പേഴ്സണലി എനിക്കിഷ്ടം. പക്ഷേ ഞാൻ ഇപ്പോൾ ഹൈഫൈ മോഡിലേക്ക് മാറാം. നമുക്ക് ഓരോ സമയത്ത് ഓരോ ഇതാണല്ലോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിലാണ് 2 RC സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട്, അതായത് നമ്മുടെ പ്രീ ആംപ്ലിഫയർ സെഷൻ ഏതാണോ, ബ്ലൂടൂത്ത് ആണോ, ലാപ്ടോപ്പിൽ നിന്നാണോ, സിസ്റ്റത്തിൽ ഏതിൽ നിന്നാണോ കണക്ട് ചെയ്യുന്ന ആ ഓഡിയോ നേരെ ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ്റെ ഇൻപുട്ടായിട്ട് അവിടെ കൊടുക്കാൻ പറ്റും. RC സോക്കറ്റാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു RC സോക്കറ്റ് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ഔട്ട്പുട്ട് അടമുണ്ട്. അപ്പോൾ 2 ട്യൂബ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ടാണ് അതിൻ്റെ DC സപ്ലൈ സോക്കറ്റ് കൊടുക്കുന്നത്. അതിനകത്ത് ഏകദേശം 12 to 16 വോൾട്ടേജ് വരെയാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്. മിനിമം 1 ആംപിയർ വേണം. 1 to 1.5 ആംപിയർ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ വർക്കിംഗ് പക്കയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള RC കേബിൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആംപ്ലിഫയറിനകത്താണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഷീൽഡ് ആയിട്ടുള്ള വയേഴ്സ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇതൊരു ആംപ്ലിഫയിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നോയ്സ് കയറി കൂടി കഴിഞ്ഞാൽ അതിനെയും ഒരു 5 മടങ്ങ് ആംപ്ലിഫൈ ചെയ്തായിരിക്കും നമ്മൾ ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. അതായത് ചെറിയൊരു നോയ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ആംപ്ലിഫൈ ചെയ്ത് നല്ല രീതിയിൽ നോയ്സായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ആദ്യം ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ നോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പണി കിട്ടി, ഇത് ആക്രി സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കൊടുത്തതിൻ്റെ കുഴപ്പമായിരുന്നു. അപ്പോൾ നല്ലൊരു ഓഡിയോ സോഴ്സ് യൂസ് ചെയ്യുക, ഒരു ഷീൽഡഡ് കേബിൾ യൂസ് ചെയ്യുക, ഒരു ക്ലീൻ പവർ സപ്ലൈ, അതായത് ഈ DC സപ്ലൈ പ്യുവർ DC ആയിരിക്കണം. 12 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു SMPS വഴി കൊടുക്കുക. പ്യുവർ ആയിട്ടുള്ള ക്ലീൻ സ്റ്റേബിൾ DC വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അല്ലെങ്കിൽ ട്യൂബിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങും, നോയ്സിൻ്റെ ഹമ്മിങ്ങും നോയ്സും ഒക്കെ കയറി വരാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ ഒരു ട്യൂബ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ ഏകദേശം 5 ഹെഡ്സ് ടു 500 കിലോ ഹെഡ്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. ഇതൊരു ക്ലാസ് എ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ട്യൂബ് എപ്പോഴും ഓൾവേസ് ഓൺ ആയിരിക്കും, ഒരു ലീനിയർ ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഡാക്കോ അല്ലെങ്കിൽ CD പ്ലെയറോ കമ്പ്യൂട്ടറോ ഇതിൽ വരുന്ന ഓഡിയോ ആണെങ്കിൽ ഒരു ലോ ലെവലിലായിരിക്കും അതിൽ നിന്ന് ഓഡിയോ സിഗ്നൽ വരുന്നത്. അത് ഇതിനകത്തേക്ക് ചെന്നതിന് ശേഷം ഒരു വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഒരു 5 മടങ്ങ് വോൾട്ടേജ് ഗെയിൻ ഇൻക്രീസ് ചെയ്യുകയാണ് ഇതിനകത്ത് നടക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൽ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോൺ കൺട്രോൾ സെക്ഷനകത്ത് തന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളുണ്ട്, കോൾകോമിൻ്റെ ചിപ്പാണ് വരുന്നത്. അതിൽ നിന്ന് നേരെ ഡാക്കിലേക്കാണ് പോകുന്നത്. ഡാക്കിൽ നിന്ന് നേരെ ടോൺ കൺട്രോൾ സെക്ഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ഡാക്കിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു വാക്യൂം ട്യൂബിലേക്കായിരിക്കും. അതിൽ നിന്നായിരിക്കും നമ്മൾ ടോൺ കൺട്രോൾ സെക്ഷനിലേക്ക് പോകുന്നത്. അതല്ലാതെ ടോൺ കൺട്രോൾ സെക്ഷൻ കഴിഞ്ഞ് ട്യൂബ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ട്യൂൺ ചെയ്യുന്ന ബേസും ട്രിബിളും എല്ലാം കൂടെ മിക്സായിട്ട് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ആകെ ഗെയിനിൻ്റെ ഒരു പ്രശ്നം വന്ന് ജഗ പോകെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഞാൻ ബോഡിയിൽ നിന്ന് തന്നെ കണക്ഷൻ എടുത്ത് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷനിൽ വരുന്ന ഓഡിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-വേ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ പ്രീ ഔട്ട് എടുത്ത് നമ്മൾ നേരെ ഈ ഒരു RC സോക്കറ്റ് വഴി ഒരു സ്വിച്ച് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പം നിലവിൽ ഡയറക്റ്റ് ഓഡിയോ, ഫ്ലാറ്റായിട്ടുള്ള ഓഡിയോ നേരെ ഇതിലേക്ക് പോവുകയാണ്. അതല്ലാതെ ഈ ഒരു സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ, അതായത് വാക്യൂം ട്യൂബിൽ നിന്നുള്ള ഓഡിയോ ആയിരിക്കും ആംപ്ലിഫയറിലേക്ക് പോവുക. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാം, അതിഭയങ്കരമായൊരു വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. എസ്പെഷ്യലി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം ഒരിക്കലും ഒരു ആംപ്ലിഫയറിൻ്റെ സ്പീക്കറിൻ്റെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ കൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇൻ പേഴ്സൺ നേരിട്ട് കേൾക്കുമ്പോഴാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നേരത്തെ പറഞ്ഞുള്ള പാട്ട് കേൾക്കുന്ന രീതി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഹെവി ബേസ് ഒരുപാട് നേരം കേൾക്കുമ്പോൾ എനിക്ക് അത് ഓക്കെ അല്ലാതെ തോന്നും. അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന അതേ ബോർഡ് തന്നെയാണ്. എല്ലാം 3886 ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. സെയിം ട്രാൻസ്ഫോമർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് പവർ സപ്ലൈ സെപ്പറേറ്റ് 12 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒരു തരിപ്പോ जान रे इन सांसों में चाहत है अगर आके मुझसे अजनबी तू भी कभी टुकड़ों में जी रहा हूँ मैं यहाँ, टुकड़ों में जी रहा. നമ്മുടെ ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഇതൊരു പ്രീ ആംപ്ലിഫയർ സെഷനാണ്, പവർ ആംപ്ലിഫയർ അല്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്യാരക്ടർ. ഒരു സ്വഭാവം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു വാം സ്മൂത്ത് ആയിട്ടുള്ള ഒരു അനലോഗ് ഫീൽ, ഒരു ക്ലാസിക്കൽ വിൻറ്റേജ് അനലോഗ് ഫീൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ലുക്ക് കിട്ടാനും അല്ലെങ്കിൽ ഒരു സ്വഭാവം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഡിയോയ്ക്ക് നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്യാം. ചെറിയ പ്രോഡക്റ്റാണ്, വലിയ ഹൈ എൻഡ് ഓഡിയോ ഫൈൽ ലെവൽ ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല. ജസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. അപ്പോൾ
ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, ഈ ഒരു ഓഡിയോ ടെസ്റ്റ് കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ DIY പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ചാപ്റ്ററുകൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചാപ്റ്ററിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.